നമ്മളിന്നൊരു ലൊക്കേഷൻ ഹണ്ടിലാണ്. നിങ്ങൾ ഈ ഒരു സിനിമയുടെ ഡയലോഗ് കേട്ടിട്ടുണ്ടാവും, വീണ് കിടക്കുന്നവരെ അടിക്കരുതെന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. കമാൺ ഗെറ്റ് അപ്പ്. വീണ് കിടക്കുന്നവരെ തല്ലരുതെന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ജയൻ്റെയും പ്രേം നസീറിൻ്റെയും. ആ പടത്തിൻ്റെ പേരാണ് ലവ് ഇൻ സിംഗപ്പൂർ. ആ പടം ഷൂട്ട് ചെയ്തത് 1980 സിംഗപ്പൂരിലാണ് അതിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലൊരു ഫൈറ്റ് സീനും പിന്നെ ജോസ് പ്രകാശായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയൊക്കെ ഷൂട്ട് ചെയ്തൊരു സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ പോണേ. അപ്പം 46 വർഷം കഴിഞ്ഞ് എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ, ഇപ്പോഴും അതുണ്ടോ, എങ്ങനെയുണ്ട് അതിന് ചുറ്റുപാടുള്ള മാറ്റങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാനായിട്ട് ഒന്ന് പോവാം. ഇപ്പോൾ ഏകദേശം നമ്മൾ സ്ഥലത്തിൻ്റെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം എങ്ങനെയാണ് ആ ഒരു സ്ഥലം ഇപ്പോഴത്തെ അവസ്ഥയിലുള്ളത്, ചുറ്റുപാടൊക്കെ മാറിയിട്ടുണ്ടോ. ഈ ഒരു ഭാഗത്ത് ഞാൻ ഒറിജിനൽ വീഡിയോയുടെ ക്ലിപ്പ് അപ്ലോഡ് ചെയ്യാം, നിങ്ങൾക്കൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. യെസ്, ടയറുണ്ട്. യെസ്, അന്ന് ഫൈറ്റ് നടന്ന ഭാഗം ഞാൻ കാണിച്ചു തരാം. അതാ പടത്തിൽ ഞാൻ ഭാഗങ്ങൾ ആഡ് ചെയ്യാം. ഈ ഒരു ഭാഗത്തൊക്കെ വെച്ചിട്ടാണ് ഫൈറ്റ് നടന്നിട്ടുള്ളത്. നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ എനിക്കൊരു ഫോർമുല ഉണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ വെച്ചിട്ടാണ് ആ ഫൈറ്റ് സീൻ നടന്നിട്ടുള്ളത്. ഇതാണ് ആ ബിൽഡിങ്. ആ ഫൈറ്റിൽ ആ ഒരു ഓടി കയറുമ്പോൾ കാണിക്കുന്നൊരു ബിൽഡിങ് ഉണ്ട്. ഈ ബിൽഡിങ്ങാണത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് ആ ഒരു അമ്പ് പോലെ എറിയണൊരു സീനുണ്ടല്ലോ, അമ്പോ കൃത്യം ഞാൻ മറന്നുപോയി. ആ ഒരു ഭാഗം വരുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ ഒരു ബിൽഡിങ് കാണാം, പക്ഷെ ആ ബിൽഡിങ് ഞാൻ നോക്കിയിട്ട് കാണാനില്ല. എനിക്ക് തോന്നുന്നത് ആ ബിൽഡിങ് പൊളിച്ചിട്ട് വേറൊരു ബിൽഡിങ്ങാണ് അവിടെ പണിതേക്കുന്നത്. സെയിം ഷേപ്പിലുള്ളൊരു ബിൽഡിങ് അവിടെ എനിക്ക് കാണാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇതാണ് ആ ഫൈറ്റ് നടന്ന ആ ഒരു കാർ പാർക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ മേലെ വെച്ചിട്ടാണ് ആ ഫൈറ്റ് നടന്നത്. പക്ഷേ അതിൻ്റെ ഭൂരിഭാഗം ഫൈറ്റും എൻഡൊക്കെ വരുന്നത് വേറെ സ്ഥലത്താണ്. അത് ഇതിൻ്റെ അവിടെയല്ല വന്നേക്കുന്നത്, അത് വേറൊരു സ്ഥലത്താണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇനി ജോസ് പ്രകാശും പിന്നെ നമ്മുടെ ജയനും കൂടി സംസാരിക്കുന്നൊരു സ്ഥലമുണ്ട്. അത് പടത്തിൻ്റെ അവസാന ഭാഗത്തായിട്ടാണ് അതുള്ളത്. അത് ഞാൻ എവിടെയാണെന്നുള്ളത് കാണിച്ചു തരാം. എന്താ അല്ലേ വലിയ മാറ്റം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം എന്താ പറയുക, ബിൽഡിങ്ങുകൾ വന്നു, പച്ചപ്പ് വന്നു. വല്ലാത്തൊരു അനുഭൂതി ആയിട്ടോ എനിക്ക്. അവർ വന്ന് നിന്ന് ഫൈറ്റ് ചെയ്ത സ്ഥലത്താണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത്. പക്ഷെ 46 വർഷമായി എന്ന് പറയുമ്പോഴേ 1980 ഷൂട്ട് ചെയ്ത പടം ഇപ്പോൾ 2026, 46 വർഷമായി. ഞാൻ കാണിക്കാൻ വന്നത് ജോസ് പ്രകാശും നമ്മുടെ ജയനും കൂടി സംസാരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഒരു സ്ഥലം കൂടി കാണിച്ചു തരാം.
അത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചുകൂടി വിശ്വാസം വരും. കാരണം എന്ന് വെച്ചാൽ അതിലൊരു റോഡുണ്ട്, പണിതുകൊണ്ടിരിക്കുന്ന റോഡ്. ആ റോഡിൻ്റെ പണി ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് ആ രണ്ടും കൂടി കമ്പയർ ചെയ്യണ വീഡിയോ ഞാൻ ഇതിൻ്റെ അപ്പുറത്ത് ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും. ഇത് ഈ കാർ പാർക്കിൽ തന്നെയാണ്. കാർ പാർക്കിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ എന്തോ ആണ്. ഇതാണ് ആ രണ്ടാമത്തെ സ്ഥലം. ഈ റോഡ് കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഒരു സീൻ. നോക്കട്ടെ കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച സമയത്തിന് മുൻപ് തന്നെ കാര്യം സാധിച്ച് തിരിച്ചു വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. വന്നു എന്നത് സത്യമാണ്, പക്ഷേ പോയ കാര്യം സാധിച്ചില്ല. മിസ്റ്റർ സുരേ, തമാശ പ്രയാണം എടുക്കുകയാണല്ലേ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും കാര്യം ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് ഈ റോഡ് പണിയണതായിട്ട് കാണാൻ പറ്റും അന്നത്തെ സമയത്ത്. ഇപ്പം ഈ റോഡിൻ്റെ പണിയൊക്കെ കംപ്ലീറ്റ് ആയി. നമുക്ക് അവിടുത്തെ ലെഫ്റ്റത്തെ റോഡ് കാണാം, ആ ഒരു പാലം കാണാം, പിന്നെ പണിതുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാലം, റോഡ്, പിന്നെ അവിടുത്തെ ബിൽഡിങ്. ആ ബിൽഡിങ്ങുകളൊക്കെ മാറി, ഇപ്പോൾ മൊത്തം അവിടെ വികസിച്ച് വേറെ ബിൽഡിങ്ങുകളൊക്കെ ആയി. പക്ഷെ ഇതായിരുന്നു പണ്ടത്തെ ഈ ഒരു ഏരിയത്തെ എന്താ പറയുക അവസ്ഥ. അപ്പം എത്രത്തോളം മാറി എന്നുള്ളത് മനസ്സിലായി. 46 വർഷം കഴിഞ്ഞപ്പം നല്ല രീതിക്ക് മാറി. ഇപ്പം ഈ പാലത്തിന് താഴെ വേറെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം നമുക്കിനി ഈ സിനിമയിൽ ഇനിയും കുറേ ഭാഗങ്ങൾ സിംഗപ്പൂർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒക്കെ ഞാൻ പറ്റുന്ന രീതിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ നല്ല രീതിക്ക് സിംഗപ്പൂർ മാറിപ്പോൾ ഇതുകൊണ്ട് ഭൂരിഭാഗം എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും പറ്റുന്ന രീതിക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ബാക്കിയുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ശരി, ബൈ.